ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വിനോദ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങളുടെ റിപ്പോർട്ടർ KV ബൈജു അയച്ചു നൽകുന്ന ഒരു റിലീസ് ഉണ്ട്. അതിൽ കോട്ട ശ്രീനിവാസ പൂജാരിയാണ്, മെമ്പർ ഓഫ് പാർലമെന്റ്, ഉടുപ്പി, കർണാടക എന്നുള്ളതാണ്. അത് അമിത്ഷായ്ക്ക് അയച്ചിട്ടുള്ള ലെറ്ററാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഈ കോൺസ്പിറൻസിയുമായി ബന്ധപ്പെട്ട്, അതായത് മഞ്ജുനാഥ് ടെമ്പിൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഞാൻ പറയുന്നതല്ല കേട്ടോ. അതിൽ റിക്വസ്റ്റ് ഫോർ ആൻ ED എൻക്വയറി ഇൻ ടു ദ ഫോറിൻ ഫണ്ടിങ് ഓഫ് സം ഇൻഡിവിജ്വൽസ് ഇൻക്ലൂഡിങ് യൂട്യൂബേഴ്സ് ഹു ആർ ഹാമിങ് ഹിന്ദു റിലീജിയസ് ബിലീഫ് എന്നാണ് പറയുന്നത്. അതായത് ഹൈന്ദവ ആചാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ യൂട്യൂബേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് സംശയം അത് നേരത്തെ സൂചിപ്പിച്ച ഈ ഷമീറിൻ്റെ യൂട്യൂബൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റ് യൂട്യൂബുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഇതൊരു വെൽ പ്ലാൻഡായി നടന്ന ഗൂഢാലോചനയാണ് എന്ന് ഇത്തരത്തിൽ MP-മാർ അടക്കമുള്ളവർ പരാതിയുമായി രംഗത്ത് വരികയാണ്. ED അന്വേഷണം, അതായത് വിദേശ ഫണ്ടടക്കം ഇത് കൈപ്പറ്റിയിട്ടുണ്ട് ഇവർ എന്നാണ്. അപ്പോൾ മനാഫൊക്കെ അതിന്റെ പട്ടികയിലേക്ക് വരുന്ന ആളുകളാണല്ലോ. തീർച്ചയായിട്ടും ഞാനും ആ കത്ത് വായിച്ചു. MP-യുടെ കത്ത്, ഇത്തരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്തൊക്കെ വായിച്ചു. അതൊക്കെ BJP-യുടെ MP എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ചെയ്യുന്നതിൽ നമുക്കൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും പരാതിപ്പെടാം. ഇപ്പൊ പറഞ്ഞല്ലോ, ഇവിടെ ഇത്രയും ആധികാരികമായി ഒരാൾ, ഞാൻ അവിടെ ജോലി ചെയ്തതാണ്, ഞാൻ ഇത്ര വർഷങ്ങൾക്കിടയിൽ ഇത്ര മൃതശരീരങ്ങൾ പലതും ബ്രൂട്ടലി റേപ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ രീതിയിൽ മൃഗീയമായി കൊല ചെയ്യപ്പെട്ടിട്ടുള്ള മൃതദേഹങ്ങൾ ഞാൻ മറവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉത്തരവാദപ്പെട്ട ഏജൻസി മുമ്പാകെ വന്നു, പോലീസിന്റെ മുമ്പാകെ വന്നു. 17 മണിക്കൂർ പോലീസ് അയാളുമായി സംസാരിച്ചു. അതുകൂടാതെ നമ്മൾ മറ്റൊന്ന് സമീപിക്കുന്ന എവിടെയാ, നീതിന്യായ സംവിധാനത്തിന്റെ മുമ്പിലാണ്. അവിടെ മാജിസ്ട്രേറ്റിന് മുമ്പിൽ ചെന്ന് അയാൾ മൊഴി കൊടുത്തു. അയാളുടെ മൊഴി വിശ്വാസയോഗ്യമാണ്, ചിലത് രേഖപ്പെടുത്തേണ്ടതുണ്ട് എന്ന് തോന്നിയ മാജിസ്ട്രേറ്റ് 183 സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്യുന്നു. അതിന്റെ ശേഷമാണ് ഒരു സംസ്ഥാന ഗവൺമെന്റ് SIT പ്രഖ്യാപിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, പ്രിയപ്പെട്ട BJP-യുടെ സുഹൃത്ത് ശ്രീകാന്ത്, SIT രൂപീകരണത്തെ സംബന്ധിച്ച് BJP-യുടെ നിലപാടെന്താ? BJP-യുടെ നിലപാട് ആ SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. ഇനി രണ്ടാമത്തെ കേസ്, SIT ആരുടെ നേരെയാണോ ഓങ്ങുന്നത് എന്ന് നിങ്ങൾ ആരോപിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ആക്ഷേപമില്ല. ഇവിടെ പിന്നെ ഒരാൾ വെളിപ്പെടുത്തൽ നടത്തി, അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന നിയമ നടപടിയുടെ ഭാഗമായി വന്ന SIT അത് ആരെയാണ് ഓങ്ങുന്നത്, ആർക്ക് നേരെയാണ് ഓങ്ങുന്നത് എന്ന് തോന്നലുണ്ടാക്കിയ ധർമ്മസ്ഥലയുടെ ധർമാധികാരി വീരേന്ദ്ര ഹെഗാഡെ എന്തു ചെയ്തു? ആ SIT അന്വേഷണത്തെ സ്വാഗതം ചെയ്തു. നാളിതുവരെ, ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് വരെ ധർമ്മസ്ഥലയുടെ ധർമാധികാരി വീരേന്ദ്ര ഹെഗാഡെ ഈ SIT അന്വേഷണത്തെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന BJP-യുടെ പ്രതിപക്ഷ നേതാവ് ഇതിനെ തള്ളി പറഞ്ഞിട്ടില്ല. പിന്നെ മനാഫ് എന്ന് പറയുന്ന ഒരു പേരാണ് നിങ്ങൾക്ക് പ്രശ്നമാകുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജന്യമായിട്ടുള്ള രോഗമാണ് എന്നല്ലാതെ പറയാൻ കഴിയില്ല. അതുകൊണ്ട് അതിന് ഞങ്ങൾ കണക്കാക്കുന്നില്ല. അത് നിങ്ങളുടെ ബ്ലഡിൽ അലിഞ്ഞിട്ടുള്ള ഒരു സംഗതിയാണ് മനാഫ് എന്ന് പറയുന്ന ഒരു പേര്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ചോദിച്ചു, അന്ന് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു പങ്കെടുത്തിരുന്നത്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ഒരൊറ്റ കൊല്ലം കൊണ്ട് 900-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്ന ആക്ഷേപം ഉയർത്താൻ ഹിന്ദു ഐക്യവേദിക്ക് കഴിഞ്ഞത് എന്ന ചോദ്യം ചോദിച്ചപ്പോ അതിന് മറുപടി അങ്ങേര് പറഞ്ഞിട്ടില്ല. അപ്പം ഡിവൈൻ ധ്യാന കേന്ദ്രം എന്ന് പറയുന്നത് ഒരു ക്രിസ്തീയ സ്ഥാപനമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിലുള്ള ആളുകൾ നടത്തുന്ന സ്ഥാപനമാണ്. അവിടെ 900-ലധികം ആളുകൾ കൊല ചെയ്യപ്പെട്ടു എന്നതിന്റെ പേരിൽ ഒരു കോടതി ഇതേപോലെ തന്നെ അന്വേഷണം വേണമെന്ന് പറഞ്ഞ് ഇതുപോലൊരു SIT രൂപീകരിച്ചു വിൻസെന്റ് പോളിന്റെ നേതൃത്വത്തിൽ. അവസാനം ആ കേസ് എന്തായി? അന്വേഷണം നടക്കട്ടെ. ആർക്കാണ് ഇതിൽ വ്യഗ്രത, ആർക്കാണ് ഇതിൽ ബേജാറ്? ഞാൻ മറ്റൊരു കാര്യം, വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം, ഇന്ന് കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ അക്കാര്യം വ്യംഗ്യമായി സൂചിപ്പിക്കുകയും ചെയ്തു. RSSനകത്തുള്ള റിഫ്റ്റ് ആണോ, അതിന്റെ അകത്തുള്ള ഭിന്നിപ്പാണോ ഇങ്ങനെ ഒരു വിഷയം ഡെവലപ്പ് ചെയ്തതിന് പിന്നിൽ എന്ന ഒരു സംശയം കൂടി ഉയർന്നു വരികയാണ്. അത് ഒരു പരിധിവരെ ശരിയാണെന്ന് ഞാനും കരുതുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ ഈ ധർമ്മസ്ഥല വിഷയം ഉണ്ടായ സമയത്ത്, ഈ വെളിപ്പെടുത്തൽ വന്ന സമയത്ത്, ഞാനും മനാഫും ഒക്കെ ഈ പറയുന്ന സൗജന്യ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാരവാഹിയായിട്ടുള്ള പ്രധാനിയായിട്ടുള്ള മഹേഷ് ഷെട്ടി തിമറൊടിയുടെ വീട് സന്ദർശിച്ചു. ആ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു ധാരണ, നമ്മൾ ഗൗരി ലങ്കേഷിനെ പോലെ, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രകാശ് രാജിനെ പോലെ ഇതിനെ സംബന്ധിച്ച് ചില ആക്ടിവിസ്റ്റുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ രംഗത്തിറങ്ങി അതിന്റെ ഭാഗമായിട്ട് ഇടപെടുന്ന ആളുകളായിരിക്കും അതിന്റെ പിന്നിൽ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവിടേക്ക് ട്രാവൽ ചെയ്യുന്നത്. അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്നത്, ഇന്ന് ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള 100 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള സർവ്വ സർസംഘ ചാലകന്മാരുടെയും ചിത്രത്തിന് കീഴിൽ
അതോടൊപ്പം തന്നെ ഭാരതാംബയുടെ ചിത്രത്തിന് കീഴിൽ ഈ പറയുന്ന കാവിക്കൊടിയുടെ കീഴിൽ വാജ്പേയിയുടെ പടത്തിനരികിലായി സൗജന്യയുടെ വലിയൊരു പടം വെച്ച് അവിടെയാണ് മഹേഷ് ഷെട്ടി തിമറൊടി എന്ന് പറയുന്നയാൾ പിന്നെ അവിടെ അത് ജീവിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്റെ മനാഫിന്റെ സഹായത്തോടു കൂടി, എനിക്ക് കന്നഡ അങ്ങനെ സംസാരിക്കാനും പെട്ടെന്ന് കേട്ടാലൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, താങ്കൾ ഇങ്ങനെ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയക്കാരനായിരിക്കെ, ഒരു RSSകാരനായിരിക്കെ, താങ്കൾക്ക് എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തിനെതിരായി, വളരെ പ്രധാനപ്പെട്ട പോയിന്റ് അല്ലേ, ക്ഷേത്രത്തിനെതിരായി എന്ന് ആക്ഷേപിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു വിഷയത്തെ നിങ്ങൾക്ക് എങ്ങനെ എടുത്തുയർത്താൻ കഴിയും എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ശ്രീകാന്ത് കൂടി കേൾക്കേണ്ടതാണ്. ഇത്തരത്തിലൊരു അനീതി നടന്നിട്ടുണ്ടെങ്കിൽ, അധർമ്മം നടന്നിട്ടുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാൻ ഉള്ള പ്രത്യയശാസ്ത്രമല്ല ഹിന്ദുത്വമെങ്കിൽ ഞാൻ അതിനോടൊപ്പമല്ല എന്ന് പറയുന്ന നിലയിലേക്ക് അയാൾ വന്നു. മഹേഷ് ഷെട്ടി തിമറൊടി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെല്ലാം ഈ പറയുന്ന ആളുകളോടൊപ്പമാണ് എന്ന ഒരു നിലപാടും അദ്ദേഹം സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ന് DK ശിവകുമാർ അവിടുത്തെ ഉപമുഖ്യമന്ത്രി പറഞ്ഞതും ഇതുമായി ചേർത്ത് വെക്കുന്ന സമയത്ത് ഇവിടെ ഞാനൊരു വളരെ റെലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കട്ടെ. മനാഫിന് എന്താണ്, ഷമീറിന് എന്താണ് ധർമ്മസ്ഥലയിൽ കാര്യം എന്ന ചോദ്യം RSS ഉയർത്തുമ്പോൾ തന്നെ RSSലെ ഒരു വിഭാഗം ജൈന മതസ്ഥരായിട്ടുള്ള ഈ പറയുന്ന ഹെഗാഡെമാർക്ക് എന്താണ് ഹിന്ദു ക്ഷേത്രത്തിൽ കാര്യം എന്ന ചോദ്യം അവർ ഉയർത്തുന്നുണ്ടാവില്ലേ? അപ്പൊ ഇത്തരത്തിൽ ഒരു മതവുമായി ബന്ധപ്പെട്ട ക്ഷേത്രം അല്ല, അതാണ് ശ്രീ വിനോദ്, അത് എന്തിന്റെ പേരിലായാലും അങ്ങനെ ഒരു ക്ഷേത്രാചാരമോ അല്ലെങ്കിൽ ക്ഷേത്രത്തെ തകർക്കുന്നതിനോ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് എന്ന വാദം വരികയാണ്. അപ്പൊ എവിടെയാണ് ഈ ഗൂഢാലോചന നടന്നത്? അങ്ങനെയാണെങ്കിൽ എവിടെയാണ് ഈ ഗൂഢാലോചന നടന്നത്? ആരാണ് ഗൂഢാലോചന നടത്തിയത് എന്ന് പരിശോധിക്കേണ്ടതല്ലേ? ഞാൻ പറയുന്നത് SIT അന്വേഷണത്തിലാണല്ലോ. ശരി, 24 അംഗ സംഘം DGP തലത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ തൊട്ട് താഴോട്ടുള്ള പ്രഗത്ഭരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അത് രൂപീകരിച്ചിട്ട് 17 ദിവസമായിട്ട് 10-20 ദിവസമായിട്ടേ ഉള്ളൂ. അതിന്റെ അന്വേഷണം മുന്നോട്ട് പോകട്ടെ. അതിന്റെ കുറ്റപത്രം സമർപ്പിക്കാൻ 90 ദിവസം കോടതി അനുവദിച്ചിട്ടുണ്ട്. കുറ്റപത്രം അവർ ഫയൽ ചെയ്യട്ടെ. ഇനി ഒരൊറ്റ പോയിന്റ് കൂടി, ഇനി ഈ പറയുന്ന തരത്തിൽ തന്റെ മകളല്ല എന്ന് പറയുന്ന ആൾ ഗുരുതരമായിട്ടുള്ള ഒരു തെറ്റല്ലേ ചെയ്തത്? ഈ പറയുന്ന സംവിധാനത്തെ ആകെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ അനന്യ ഭട്ടിന്റെ അമ്മ സുജാത ഭട്ട് എന്റെ മകളെ നഷ്ടപ്പെട്ടു, എനിക്കൊരു അസ്ഥികഷ്ണം തരൂ, അന്ത്യക്രിയ ചെയ്യാനാണ്. അവിടെ ശ്രീ വിനോദ്, ഞാനൊരു ഒരിക്കൽ കൂടി ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി, അതായത് അവർ പറഞ്ഞിരുന്നത് 2003 മുതൽ ഉള്ള സംഭവമാണല്ലോ. ഇതിനിടയ്ക്ക് ആശുപത്രി അന്വേഷിച്ചെത്തിയപ്പോൾ ഗുണ്ടകളുടെ ആക്രമണം ഉണ്ടായി, ആശുപത്രിവാസം നടന്നു എന്നൊക്കെ പറയുമ്പോൾ അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത്തരം ഡേറ്റകൾ ശേഖരിക്കുക എന്നത് വളരെ എളുപ്പമല്ലേ ശ്രീ വിനോദ്? ആര് ശേഖരിക്കണം? ശേഖരിച്ചു. SIT ശേഖരിച്ചോ? SIT പറഞ്ഞോ അനന്യ ഭട്ടിന് സുജാത ഭട്ടിന് അനന്യ ഭട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മോളില്ലാന്ന് SIT പറഞ്ഞോ? ഇവിടുത്തെ സംഘി ഹാൻഡിലുകൾ പറഞ്ഞിട്ടുണ്ടാവും, അതുപോലെ തന്നെ ശ്രീകാന്തിനെ പോലുള്ള പാർട്ടിക്കാർ പറഞ്ഞിട്ടുണ്ടാവും, അതല്ലാതെ വേറെ ആരും പറഞ്ഞിട്ടില്ല. SIT എന്തെങ്കിലും നിങ്ങൾക്ക് ആദ്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു മൊഴിമാറ്റം അല്ലെങ്കിൽ കൂറുമാറ്റം നടത്തിയത് സുജാത ഭട്ടാണ്. എന്തുകൊണ്ട് സുജാത ഭട്ട് ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിക്ക് പുറത്തു നിൽക്കുന്നു? എന്തുകൊണ്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ടു മഹേഷ് റെഡ്ഡി തിമറൊടി. എന്തിന്റെ പേരില? RN സന്തോഷിനെ അദ്ദേഹത്തെ എന്തോ ആക്ഷേപിച്ചു എന്നതിന്റെ പേരിൽ ഒരു ഡിഫമേഷൻ കേസ് പോലെ കൊടുത്തതാ. അത് പിറ്റേ ദിവസം ജാമ്യം കൊടുത്ത് പുറത്തിറക്കുകയും ചെയ്തു. ഇവിടെ ഷമീർ അകത്താണ് ശ്രീകാന്ത് മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്കൊരു ഇടവേളയിലേക്ക് പോകേണ്ടതുണ്ട്. അതിനു മുമ്പ് രാഹുലിന്റെ സംശയം എന്താണ്? എന്റെ ഒരു ഡൗട്ട് ഞാൻ ശരിക്കും അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്തല്ല. അപ്പം ഇപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? സുജാത ഭട്ടിന്റെ മകളാണ് അനന്യ ഭട്ട് എന്നാണോ, അതോ സുജാത ഭട്ടിന്റെ 2 സുഹൃത്തുക്കളുടെ മകളാണെന്നാണോ? എന്താ അതിന്റെ പ്രശ്നം? കാര്യം ഞാനൊക്കെ സൗജന്യയുടെ അനന്യയുടെ കാര്യത്തിൽ ഞാൻ ക്ലാരിറ്റി വരുത്താം. ഇപ്പൊ നേരത്തെ മനാഫ് പറഞ്ഞു സുജാത ഭട്ട് എന്ന് പറയുന്ന വൃദ്ധയായിട്ടുള്ള അവരെ ഭീഷണിപ്പെടുത്തി ഈ പറയുന്ന മഹേഷ് ഷെട്ടി തിമരൊടിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയപ്പോൾ ഉണ്ടായ ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. അയാളാണ് അതിന് നെടുത്തൂടായിട്ട് നിൽക്കുന്നത് ആക്ഷൻ കമ്മിറ്റിയുടെ. ആ അരക്ഷിതാവസ്ഥയുടെ സാഹചര്യത്തിൽ ഇവരെ ഒരു വാഹനത്തിൽ കൂട്ടിക്കൊണ്ടുപോവുകയും ഒരു യൂട്യൂബർ ഉപയോഗിച്ച് മൊഴി മാറ്റി പറയുകയും ചെയ്തു. മണിക്കൂറുകൾക്കകം ന്യൂസ് 18 ചാനലിന്റെ കർണാടക വേർഷൻ ഉണ്ടല്ലോ, ന്യൂസ് 18 ഡെസ്കിൽ നിങ്ങൾ പരിശോധിച്ചാൽ കിട്ടും. ന്യൂസ് 18 ചാനലിന്റെ കർണാടക വേർഷനിൽ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതേ സുജാത ഭട്ട് വന്ന് എന്നെ ഇങ്ങനെ ചില ആളുകൾ കൂട്ടിക്കൊണ്ടുപോയി എന്നെ ഭീഷണിപ്പെടുത്തി, എന്നെ ഇത്തരത്തിൽ മൊഴി മാറ്റി പറയിച്ചു എന്ന് കഴിഞ്ഞ ദിവസം നിങ്ങൾ പിന്നെ ന്യൂസ് 18 കർണാടക ചാനലിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോ ഈ കാരണം ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള ആളാണ് സുജാത ഭട്ട് എന്ന് പറയുന്നത്. കാരണം ഈ പറയുന്ന സൗജന്യ ആക്ഷൻ കമ്മിറ്റിയോ അല്ലെങ്കിൽ അവിടെ ഈ കേസ് മുന്നോട്ട് വെക്കുന്നവരോ പറഞ്ഞിട്ടുള്ള മൃതദേഹങ്ങളെല്ലാം കണ്ടെടുക്കപ്പെട്ടവയാണ്.
മൃതദേഹങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്ത ഒറ്റ കേസ് എന്ന് പറയുന്നത് അനന്യ ഭട്ടിന്റേതാണ്. അപ്പൊ ഇവിടെ നിന്ന് ഏതെങ്കിലും മൃതദേഹം സ്കെലിറ്റൺസ് നമ്മൾ എസ്യൂം ചെയ്തെടുത്തത് കണ്ടെടുത്ത് അത് DNA പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോ ഏതുമായിട്ട് ഒത്തു നോക്കണം. നമ്മുടെ മുമ്പിലുള്ള ഏക സാമ്പിൾ എടുക്കാനുള്ളത് സുജാത ഭട്ടിന്റേതാണ്. അപ്പൊ സുജാത ഭട്ട് ഈ കേസിൽ നിന്ന് പിന്നോട്ട് പോയാൽ ആ കേസ് പൊളിയോ? റൈറ്റ്, അതായത് സുജാത ഭട്ടിന് ആ നിലയിലുള്ള സംരക്ഷണം കൂടി നൽകേണ്ടതുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. റൈറ്റ്. എന്തായാലും ഞാൻ വളരെ പെട്ടെന്ന് ശ്രീകാന്ത്, താങ്കൾ കേട്ടിരിക്കുന്നു, അതിന് മറുപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വളരെ പെട്ടെന്ന് തിരികെ ഇടവേളയ്ക്ക് ശേഷം.